എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ പ്രധാനമായി ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ കോടതികളിൽ ജനറലായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. സാധാരണ കോടതിയുടെ ശരിക്കുള്ള കേസുകളിലേക്ക് വാദം തുടങ്ങുന്നത് ഏതാണ്ട് 11 മണിക്കാണ്. ഈ 11 മണിക്ക് ആ കോടതി മുറിയിൽ അതിൻ്റെ എൻട്രൻസിലും ആ വരാന്തയിലും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം ഏത് കേസാണ് വിളിക്ക്, ഏത് നമ്പറാണെന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ തിക്കും തിരക്കും കൂട്ടും. കാരണം ഇത് പറയുന്നത് അവിടെ ഒരു ക്ലർക്കാണ്. ക്ലർക്ക് കേസ് നമ്പർ വിളിക്കും. ബട്ട് ഈ കേസ് നമ്പർ വിളിക്കുമ്പോൾ ക്ലർക്കിന് എങ്ങനെ ചെറിയൊരു ശ്വാസ തടസ്സമോ എന്തെങ്കിലും സൗണ്ടിന് കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അവരുടെ വക്കീൽ കാണും, വക്കീൽ കേൾക്കാൻ പറ്റും. വക്കീൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ തിരക്ക് കാരണം അവരുടെ പ്രതികളെ ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. ഈ പ്രതികൾ അവിടെ എനിക്ക് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു പൊക്കം കുറഞ്ഞിരിക്കും. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിലേറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേൾവിക്കുറവുള്ളവരാണ്. ഈ കേൾവിക്കുള്ളവർ ഇത് കേൾക്കില്ല. അവിടെ ആർക്കാണ് കേൾവിക്കുറവുണ്ട് ഇല്ലെന്നുള്ളത് മജിസ്ട്രേറ്റിനും അറിയില്ല, ഈ ക്ലർക്കിനും അറിയില്ല, ഒരു പക്ഷേ അഡ്വക്കേറ്റിനും അറിയില്ല. അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഏൽപ്പിച്ചൊരു കേസായിരിക്കും. കാരണം അദ്ദേഹത്തിന് മറ്റൊരു അടിയന്തരമായുള്ള കേസ് മറ്റൊരു കോടതി മുറിയിലേക്ക് ചെയ്യുന്ന കാരണം ഇദ്ദേഹത്തിന് ഏൽപ്പിച്ച് ഏറ്റവും സീരിയസ് ആയുള്ളത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള വക്കീൽ പോവും. അപ്പോൾ ഏൽപ്പിച്ച വക്കീലും ഈ കേസ് അറ്റൻഡ് ചെയ്യേണ്ട പ്രതികളുമായിരിക്കും, അവിടെ കാണാൻ പ്രതിയുമായിരിക്കും. പക്ഷെ ഇവർ തമ്മിലുള്ളൊരു ആശയവിനിമയം നടത്താൻ ചിലപ്പോൾ സാധിക്കില്ല. കാരണം അവരിരിക്കുന്ന ചേർന്ന ആ സുഹൃത്ത് വക്കീൽ മറ്റൊരു സുഹൃത്ത് വക്കീൽ ഏൽപ്പിക്കുന്ന അവിടെ ആ കോർട്ട് മുറിയുടെ അകത്ത് വെച്ചാണ്. പലരും ആ പ്രതികളെ പരിചയപ്പെടുത്തി കൊടുക്കില്ല. ആ തിരക്ക് കാരണം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കോടതിയാണ്. മജിസ്ട്രേറ്റിന് പ്രതിയെ കാണാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അത് നോട്ട് ചെയ്ത് വയ്ക്കും. പ്രതി വരാത്തത് അതൊരു കോടതി അലക്ഷ്യമാണ്. എന്നാൽ വക്കീൽ അറ്റൻഡ് ചെയ്തെങ്കിൽ തന്നെ അതൊരു മജിസ്ട്രേറ്റ്മാർ അടുത്ത കേസിന് ഇതേപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ചില അശ്രദ്ധയിൽ കൂടി സംഭവിക്കുന്നതാണ്. അത് ഉണ്ടാകരുത്. ഇതിൻ്റെ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നത് ഈ സീനിയർ സിറ്റിസൺസാണ്. അവർ ഒത്തിരി ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് ബസ്സിലും ട്രെയിനിലായിട്ട് വന്നാണ് ഈ കോടതി മുറിയിലെത്തുന്നത്. കോടതി മുറിയിലെത്തുമ്പോൾ അവരുടെ കേസിൻ്റെ പേരും നമ്പരും വിളിച്ചു പറയുന്ന ക്ലർക്കിൻ്റെ എന്തെങ്കിലും ആ സൗണ്ട് കുറവ് കാരണം കേൾക്കാതെ വരികയും ഇവർ ആ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാൻ സാധിക്കാത്ത ഒരവസ്ഥയിലെത്തിച്ചേരുകയാണ്. അത് ഒഴിവാക്കണം. അത് ആരോഗ്യകരമായ ഒരു പ്രവണത നല്ലതല്ല. എൻ്റെ ഒരു അനുഭവം വെച്ച്, ഇതുവരെയുള്ള അനുഭവം വെച്ച് എനിക്ക് കോടതിയോട് ബാർ അസോസിയേഷൻ മെമ്പേഴ്സിനോടൊക്കെ പറയാനുള്ളത് ഇത് വളരെ ഈസിയായി പരിഹരിക്കുക എന്നുള്ളതാണ്. വെരി സിമ്പിൾ. ഒരു ഡിസ്പ്ലേ ബോർഡ് മാത്രം ആ എൻട്രൻസിൽ വെച്ചാൽ മതി. ആ എൻട്രൻസിൽ ഡിസ്പ്ലേ ബോർഡ് വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് തിക്കും തിരക്കും കൊണ്ട് അവർക്ക് ദൂരെ നിന്നാണ് അവരുടെ നമ്പരും പേരും പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾക്ക് അതിന് സമാധാനമാകും. ആ എൻട്രൻസ് എപ്പോഴും ഫ്രീ ആയിരിക്കും. ഈ കേസിന് അറ്റൻഡ് ചെയ്യുന്ന പ്രതികൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ, പിന്നെ വക്കീലന്മാരും. അല്ലെങ്കിൽ ഈ ആൾക്കാരെല്ലാം അവിടെ കൂട്ടം കൂടിയോടെ നിൽക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാമെന്നുള്ളതാണ്. ഇത് കേരളത്തിലുള്ള എല്ലാ കോടതികളിലും സാധാരണ സംഭവിക്കുന്ന ഇതൊന്നാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠം ഒന്ന് കൺസിഡർ ചെയ്ത് ഇങ്ങനൊരു ഡിസ്പ്ലേ ബോർഡ് വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ സീനിയർ സിറ്റിസൻ്റെയും കുറവുള്ളവർക്കും വളരെ സമാധാനമായിരിക്കും. ഈ വീഡിയോ കാണുന്ന
വക്കീലന്മാർ, ബാർ അസോസിയേഷൻ മൂലം ഇതിനു വേണ്ടി ഉള്ളൊരു നടപടികൾ ചെയ്താൽ നിങ്ങൾക്കും പ്രതികൾക്കും കോടതിക്കും ഒക്കെ വളരെ സഹായകരമായിരിക്കും. ഈ മെസ്സേജ് എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഫാർവേഡ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി അടുത്ത വാർത്ത ഇന്നത്തെ മനോരമയിൽ വായിക്കാനിടയായി. 14,000 റേഷൻ കടകളുള്ള കേരളത്തിൽ 4,000 റേഷൻ കടകൾക്ക് താമസിയാതെ പൂട്ടിടേണ്ടി വരും. കാരണം നഷ്ടം ആണ് എൻ്റെ പ്രധാന കാരണം. എന്തായാലും നഷ്ടത്തിൽ ഓടുന്നൊരു സ്ഥാപനം നടത്തുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. വളരെ നിർധനരായ ദമ്പതികൾ വളരെ ബുദ്ധിമുട്ടി ഒരു ചെറിയൊരു സഞ്ചിയുമായി ഈ റേഷൻ കടയുടെ ഫ്രണ്ടിൽ അവർക്ക് കിട്ടുന്ന ഫ്രീ റേഷൻ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്. അവർ വാങ്ങിപ്പോകാറുണ്ട്. ഇറ്റ് ഈസ് എ വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരിക്കും അവർക്കുള്ള റേഷൻ കടകൾ. എന്നാൽ ഈ 4,000 കടകൾ അടച്ചു പൂട്ടുമ്പോൾ ഇതിൽ പലരും അവരുടെ റേഷൻ കടയ്ക്ക് അടുത്തുള്ള റേഷൻ കടയും ചിലപ്പോൾ ആ ലിസ്റ്റിൽ പെട്ടേക്കാം. അപ്പോൾ ഇവർക്ക് റേഷൻ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് തലത്തിൽ സംവിധാനം ഉണ്ടാക്കണം. എന്നാൽ അത് നാളൊരു കാലത്ത് കെണിയായിട്ട് വരരുത്. ഇപ്പോൾ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ അവർക്ക് അങ്ങാണ്ട് 50 രൂപ വെച്ചോ എന്തോ സംതിങ് ദേ ആർ ചാർജിങ് പെർ ഹൗസ്. അതുപോലെ ഈ നിർധനർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ റേഷൻ കട ഈ അവരുടെ ഭക്ഷ്യസാധനങ്ങൾ അവർക്ക് അവിടെ എത്തിക്കാം, അവരുടെ എത്തിപ്പിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഫീസ് ഈടാക്കാം. ബട്ട് ഈ ഫീസിന് സ്ഥിരമില്ലാത്ത ഫീസ് അവർക്ക് ഇഷ്ടത്തിന് ഫീസ് ചോദിച്ചാൽ പാവം നിർധനർക്ക് ബുദ്ധിമുട്ട് കാണും. അവർക്ക് അതിനുള്ള സാമ്പത്തികം കാണില്ല. മറ്റു സാമ്പത്തികമുള്ളവർക്ക് ഓക്കെ, ഡെലിവറി ചെയ്തോട്ടെ, ദർ ഇസ് നോ പ്രോബ്ലം. എന്നാൽ ഈ ഡെലിവറി ബാനറിൽ ആരെങ്കിലും അങ്ങനെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവസാനം വിത്തിൻ 30 days 2 months ഇവർക്കൊരു സംഘടന ഉണ്ടാകും. ഒരു സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ നടത്തും. പിന്നെ അവർക്ക് ആനുകൂല്യം വേണമെന്ന് പറഞ്ഞാൽ ഈ 4,000 റേഷൻ കട അടച്ച് പൂട്ടി ഉണ്ടാക്കാൻ കിട്ടുന്ന ലാഭം, ആ ലാഭത്തിൻ്റെ ഒരു ഇരട്ടിയിലധികം ഇവർക്ക് ഈ സമരക്കാർക്ക് കൊടുക്കണം. അതുകൊണ്ട് അതിലൊന്നും പോയി പെടാതിരിക്കുക. അതിന് വളരെ എളുപ്പമാർഗം എൻ്റെ അറിവിൽ എൻ്റെ ഒരു അഡ്വൈസ് പറയാനുള്ളത്, ഇതിനാരെയും ഒരാളെ ഏൽപ്പിക്കരുത്. അതിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാകും, പല സംഘടനകളുണ്ട്. എന്നാൽ ഈ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുക വളരെ അധികമാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ദൗത്യം എടുക്കാൻ ഒരു പിടിവള്ളി പോലെ അവർ കണ്ടിട്ട് നാളെ അതിനും ഒരു സമര തുറമുഖം തുറക്കാനുള്ള സംവിധാനം നമ്മുടെ ഭാരവാഹികൾ ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനം ചെയ്യാമെന്നുള്ളത്, ഇപ്പോൾ എല്ലാ ഭാഗത്തിലും റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്. അവരുമായിട്ടത് ബന്ധപ്പെട്ട് ആ അസോസിയേഷൻ ഭാരവാഹികൾ ഈ നിർധനരായവരുടെ റേഷൻ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം അവരായിട്ട് ചെയ്യട്ടെ. അവർ അസോസിയേഷൻ്റെ ആൾക്കാരാണ്, അതിലുള്ള ആൾക്കാർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവർ. അവർക്ക് അതിലേക്ക് വേണ്ടി ഉള്ളൊരു അനായാസം അവർക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഈ വയസ്സായ നിർധനർക്ക് സ്കൂട്ടർ ഓട്ടിക്കാൻ പറ്റില്ല, അവർക്ക് വണ്ടിയെടുക്കാൻ പറ്റില്ല. അത് പ്രാക്ടിക്കലല്ല. ശരിക്കും രാമായണത്തിൽ പറഞ്ഞതുപോലെ അത് അസംഭവം അസംഭവം എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പറ്റത്തില്ല, സംഭവിച്ചു കൂടാ. ഇനിയിപ്പോൾ ഇവരെയൊക്കെ നമ്മുടെ ഈ സ്കൂട്ടർ എടുക്കാനും ഡ്രൈവിംഗ് പഠിക്കാൻ ഈ വയസ്സാങ്കാലത്ത് ഇത് ആരൊക്കെയാണ് പോണത്? അങ്ങനെ വേണമെങ്കിൽ ആരെങ്കിലും മുട്ടി ഞാൻ പറയാം, അവർക്ക് വണ്ടി ഉണ്ടാവും, അവരുടെ കൊച്ചുമക്കളുണ്ടാവും. പക്ഷേ അവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഈ അസോസിയേഷൻ പോകുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു നിയമം പാസ്സാക്കുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ വേണം ചെയ്യേണ്ടത്. ഇപ്പോൾ 14,000 റേഷൻ കട നടക്കുന്ന സംസ്ഥാനത്ത് അതിന് 10,000 റേഷൻ കട ആകുമ്പോൾ അവിടെ തിരക്കും തിക്കും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ ഈ സീനിയർ സിറ്റിസനെ, ഏറ്റവും നിർധനായ അവരുടെ റേഷൻ വീട്ടിലെത്തിക്കാനുള്ളൊരു സംവിധാനം ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ആ സംവിധാനത്തിലൂടെ വീണ്ടും ഇവിടെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ആയിരിക്കരുത്. സാധിച്ചാൽ
എൻ്റെ അഭിപ്രായത്തിനോട് അല്ലെങ്കിൽ ഇതിനും മികച്ച രീതിയിൽ ആ നിർധനരുടെ റേഷൻ സാധനം അവരുടെ വീട്ടിൽ എത്തിക്കാൻ റെസിഡൻഷ്യൽ അസോസിയേഷൻ അല്ലാതെ മറ്റതിനും മികച്ചത് സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അത് ചെയ്തിരിക്കണം. അത് അവരോട് ചെയ്യുന്ന ഒരു വലിയൊരു നന്ദിയായിരിക്കും. ഇല്ലെങ്കിൽ ഈ പാവം പിടിച്ചവർക്ക് നിർധനരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അത് ഒരു ധാർമ്മികതയാണ്. ഇത് ചിലപ്പോൾ ആൾക്കാർ പോലും അതും അസംഭവം എന്നൊക്കെ പറഞ്ഞേക്കാം ആൾക്കാർ, സാധിക്കാത്ത കാര്യമെന്ന് പറയും. അതിനെ സിംപ്ലിസിറ്റി ചെയ്യുക. അതുകൊണ്ട് ഈ വിദഗ്ധ സമിതി ഇതിനെക്കുറിച്ചും ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഗവൺമെൻറ്റിനും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വലിയ തലവേദന ഉണ്ടാകാതിരിക്കും. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.